Hello, welcome to Learnino. അപ്പോൾ നമുക്ക് ലൈഫ് സയൻസിനെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. Which of the following vitamins is not fat soluble? Not fat soluble എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് soluble അല്ലാത്തത്. ആക്ച്വലി വിറ്റാമിൻസ് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് ഫാറ്റ് സോലിബിളും ഒന്ന് വാട്ടർ സോലിബിളും. അപ്പൊ നോട്ട് ഫാറ്റ് സോലിബിൾ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സോലിബിൾ ആയിട്ടുള്ള വിറ്റാമിൻസിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫാറ്റ് സോലിബിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റിൽ സോലിബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ്, വാട്ടർ സോലിബിൾ പറഞ്ഞാൽ വാട്ടറിൽ സോലിബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിറ്റാമിൻ സി ആണ് ഫാറ്റ് സോലിബിൾ അല്ലാത്തത്. ബിയും സിയും ബിസി ആണ്. നമുക്ക് ബിസി ലൈഫിൽ നമുക്ക് വെള്ളം കുടിക്കാൻ നമ്മൾ മറന്നു പോകും നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഈ പറയുന്ന വാട്ടർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബിയും സി എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിതിൻ്റെ കോഡൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് നോക്കാം. വിറ്റാമിൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വാട്ടർ സോലിബിൾ ഉണ്ട്, ഒന്ന് ഫാറ്റ് സോലിബിൾ ഉണ്ട്. വാട്ടർ സോലിബിൾ ആണ്. നോൺ ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അത് സി ആണ് കേട്ടോ. അതും ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ബി കോംപ്ലക്സ് പറയാൻ കാരണം വിറ്റാമിൻ ബി ന് പിന്നെയും കുറേ കാറ്റഗറീസ് ഉണ്ട്. B1, B2, B3, B6, B12 എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഉണ്ട്. അപ്പോൾ B9, ഇത് ഫോളിക് ആസിഡ് പറയുമ്പോൾ B9 ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വിറ്റാമിൻ ബി എന്ന് പറയുന്നത് നമ്മൾ ബി കോംപ്ലക്സ് എന്നാണ് പറയാം. വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും ആണ് പറയാം. വിറ്റാമിൻ സിന് പറയുന്ന വേറൊരു പേരാണ് അസ്കോർബിക് ആസിഡ് എന്ന് പറയും. ബി കോംപ്ലക്സ് നമുക്ക് പിന്നെയും കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് എനർജി റിലീസ് ചെയ്യുന്നത്, പിന്നെ ഹെമറ്റോപോയിറ്റിക്, അതായത് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പ്രഗ്നന്റ് ലേഡീസിനൊക്കെ ഫോളിക് ആസിഡും വിറ്റാമിൻ B12 ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു ടൈപ്പ് മരുന്ന് അവർ കൺസീവ് ആവുന്നതിന് മുമ്പ് തന്നെ കൊടുക്കണം എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. അപ്പോൾ അതൊക്കെ ഈ ബി കോംപ്ലക്സിൽ വരുന്ന സാധനമാണ്. B9 ആണ് കേട്ടോ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നിലും ഏതൊക്കെയാ പെടുക എന്നുള്ളത് നോക്കാം. വിറ്റാമിൻ B1, B2, B3, അതുപോലെ B7, B5 ഇത്രയാണ് വരിക. 1, 2, 3, 5, 7. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനർജി റിലീസിംഗിൽ വരിക. ഇതിൻ്റെയൊക്കെ സയൻറ്റിഫിക് നെയിമോടെ നോക്കുക. B1 ആണെങ്കിൽ തൈമിൻ, B2 റൈബോഫ്ലേവിൻ, B3 നിയാസിൻ, B7 ബയോട്ടിൻ, പാൻഡോതെനിക് ആസിഡ്, B5 5 പെൻഡഗൺ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പം അങ്ങനെ പാൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B5 ആണെന്നുള്ളത് ആലോചിക്കാം. തൈമിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ടല്ലേ നമ്മൾ ടൈമിൻ എഴുതുന്നത്. അപ്പോൾ 1 പോലെയാണ് അല്ലേ. അപ്പോൾ B1 എന്ന് പറയുന്നത് തൈമിൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. റെഡ് എന്ന് എഴുതുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു 2 ഇവിടെ ഇട്ട റെഡ് ആയില്ലേ. അപ്പോൾ B2 എന്ന് പറയുന്നത് റൈബോഫ്ലേവിനാന്ന് ആലോചിക്കുക. പിന്നെ നിയാസിൻ B3, ബയോട്ടിൻ എന്ന് പറയുന്നത് 7 ബയോട്ടിൻ എൻ്റെ പറഞ്ഞിട്ട് അവസാനിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അത് ഓർത്തെടുക്കുന്നേ നിവർത്തിയുള്ളൂ കേട്ടോ. കാരണം ഇത് ഒരുപാടെണ്ണുള്ളതുകൊണ്ട് നമുക്ക് പിന്നീട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. എക്സാമിന് ചോദിക്കുകയും ചെയ്യും. ഫോളിക് ആസിഡ് B9 ആണ്. അത് ഇതാ ഈ എഫിന് നമ്മളിങ്ങ് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അല്ലേ. അപ്പം അതിനിങ്ങ് തിരിക്കുക. അപ്പോൾ നിങ്ങൾ 7 പഠിക്കുമോ? അത് വേണ്ട. അത് നിങ്ങൾ ഫോളിക് ആസിഡ് B9 ആണെന്നുള്ളത് പഠിക്കുക. ഫോളിക് ആസിഡ് പിന്നെ പ്രത്യേകിച്ചിട്ട് ഡെലിവറി കഴിഞ്ഞുള്ള ആൾക്കാർക്കൊക്കെ അത് നല്ല ഓർമ്മയുണ്ടാവും. ഫോളിക് ആസിഡ് കഴിച്ചു എന്നുള്ളത്. അപ്പോൾ 9ാം മാസത്തിലാണല്ലോ ഡെലിവറിയൊക്കെ നടക്കുക. ചിലർക്ക് 9ാം മാസം, ചിലർക്ക് കറക്റ്റ് 10 കഴിഞ്ഞിട്ട് നടക്കും. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. B9 ഫോളിക് ആസിഡ്. B12 എന്ന് പറയുന്നത് വിറ്റാമിൻ B12 സൈനോകോബാലമീൻ ആണ് അതിൻ്റെ മറ്റൊരു പേര്. പിന്നെ വേറൊന്ന് വരുന്നത് പിരിഡോക്സിൻ. അത് 6 ആണ്. 6 ഇങ്ങനെ പിരിഞ്ഞിട്ടല്ലേ കിടക്കുന്നത്. അതിങ്ങനെ പിരിഞ്ഞ് കിടക്കുന്നതാണ് 6. അപ്പോൾ പിരിഡോക്സിൻ, അതിന് പിരിഡോക്സാമിൻ എന്നൊക്കെ പറയുന്നതാണ് ഇതിൽ വരുന്ന വേറെ സംഭവങ്ങൾ. പിന്നെ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മൾ വേറൊരു കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താ നമ്മൾ പഠിച്ചത്? ഫാറ്റ് നല്ലതല്ല, കേടാ അല്ലേ. ഫാറ്റ് നമുക്കുള്ളത് നല്ലതാണോ? അല്ല, കേടാ. അപ്പോൾ വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ ഇതാണ് നമ്മൾ ഫാറ്റിൽ സോലിബിളിൽ പഠിക്കുന്നത്. ഈ കോഡ് ഓർത്ത് വെച്ചിട്ട് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. നീ ക്യാപ്പ് ഇസ് കാൾഡ്. നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പല വാക്കുകളായിരിക്കില്ല സയൻറ്റിഫിക് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത് ഓരോന്നിൻ്റെയും സയൻറ്റിഫിക് വേർഡ് കൂടെ നമ്മൾ അറിഞ്ഞു വെക്കണം. നീ ക്യാപ്പ് എന്ന് പറയുന്നത് പാറ്റല്ല. നീ ക്യാപ്പ് എന്ന് പറയുന്നത് പാറ്റല്ല എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള പേരെന്ന് പറയുന്നത്. കുറച്ച് പേരുകൾ നോക്കൂ. ഇതൊക്കെയാണ് നമ്മുടെ ബോഡി പാർട്സ്. ഇതിൽ നമ്മൾ പലതും നമ്മൾ സാധാരണ പറയുന്നത് എൻ്റെ കൈ മുട്ട്, എൻ്റെ തലയോട്ടി എന്നൊക്കെ പറയുന്നതിന് പകരം അതിന് നമ്മൾ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് നോക്കൂ. തലയിൽ നമ്മൾ സ്കൾ എന്ന് പറയുന്നത് നമ്മൾ ക്രേനിയം എന്നാണ് പറയുക. ജോ ബോൺ അല്ലേ, താടിയിൽ എന്ന് പറയുന്നത് മാൻഡിബിൾ എന്ന് പറയും. കോളർ ബോണിനെ നമ്മൾ ക്ലാവിക്കിൾ എന്ന് പറയും. ഷോൾഡർ ബ്ലേഡിനെ നമ്മൾ സ്കാപ്യൂള എന്ന് പറയും. ബ്രസ്റ്റ് ബോണ് സ്റ്റേണം
അല്ലേ? അതൊരൊറ്റ എണ്ണേ ഉള്ളൂ അല്ലേ ബ്രസ്റ്റ് ബോൺ. ഫണ്ണി ബോൺ എന്ന് പറയുന്നത് ഹ്യൂമറസ് ആണ്. ഹ്യൂമറസ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് അല്ലേ? സ്പൈൻ എന്ന് പറയുന്നത് വെർട്ടിബ്രേ എന്നാണ് നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയാം. ഹിപ്പിനെ നമ്മൾ പെൽവിസ് എന്നാണ് പറയാ. റിസ്റ്റ് നമ്മൾ കാർപ്പസ് എന്ന് പറയാം. ഹിപ്പിനെ പെൽവിസ് എന്ന് പറയും. തൈ ബോണിനെ നമ്മൾ ഫീമർ എന്ന് പറയും. ഉള്ളതിൽ ഏറ്റവും ലെങ്ത് ആയിട്ടുള്ളത് ഫീമർ ആണ്. നീ ക്യാപ്പിനെ പാറ്റല്ല, ഷിൻ ബോണിനെ ടിബിയ, ആംഗിളിന് ടാർസൽസ്. ഫലാഞ്ചസ് എന്ന് പറയുന്നത് ആ വിരലുകളാണ്. നമ്മുടെ വിരലുകളുള്ള എല്ലുകൾ നമ്മൾ പറയുന്ന പേരാണ് ഫലാഞ്ചസ്. കൈവിരലും കാൽവിരലുകളും. ഓക്കെ, അപ്പൊ ഇതൊന്ന് 2 തവണ ഒന്ന് വായിക്കാൻ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. പിന്നെ ഈ ചിത്രം വെച്ച് അത് കമ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിത്രം പതിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ വേർഡ്സും കിട്ടും. പിന്നെ കുറെ അങ്ങനെ നോക്കാം. നമ്മൾ തലയിൽ തൊട ക്രേനിയം, താടി തൊട മാൻഡിബിൾ, അങ്ങനെയൊക്കെ നോക്കിയാലേ ഓർമ്മ കിട്ടുള്ളൂ. ഓക്കെ, where is insulin produced in the human body? ഹ്യൂമൻ ബോഡിയിൽ എവിടെയാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ലിവറിന് ആർക്കെങ്കിലും ഓർമ്മ വരുമോ? ഇല്ലല്ലോ, അത് പാൻക്രിയാസ് ആണ് കേട്ടോ. ഇൻസുലിൻ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നാണ് നമുക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പാൻക്രിയാസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ ഈ സ്റ്റൊമക്കിന്റെ ആ ഒരു ഷേപ്പ് കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ കിടക്കുന്ന സാധനമാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെയാണ് ഗോൾ ബ്ലാഡറും വരിക. അപ്പൊ അത് എവിടെയാണ് പൊസിഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് പാൻക്രിയാസ്? പാൻക്രിയാസ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. വയറിന്റെ ഭാഗത്തുള്ള ഒരു ഓർഗനാണ്. അത് സ്റ്റൊമക്കിന്റെ പിന്നാലെയാണ്. അതിന് ചുറ്റും സ്പ്ലീൻ ഉണ്ട്, ലിവർ ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട് അല്ലെ? നമ്മൾ ഈ പറയുന്ന സ്റ്റൊമക്കിന്റെ ആ ജേവറിന്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എത്തുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പോർഷൻ ആണ് അല്ലെ? നമ്മളിങ്ങനെ ഇതാണ് നമ്മൾ സ്റ്റൊമക്കെങ്കിൽ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്താണ് ഉണ്ടാവുന്നത്? ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് ഉണ്ടാവുന്നത്. പിന്നെ ഇതിന് ഇവിടെ അങ്ങനെ ഒരു ലാർജ് ഇൻറ്റസ്റ്റൈനും ഉണ്ടാവും അല്ലെ? അപ്പോൾ അതിന് ചുറ്റും ഇതൊക്കെ ഉണ്ടെന്ന് പറയാം. ഇറ്റ് ഈസ് എ വൈറ്റൽ പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മുടെ ഡൈജഷൻ നടക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന പാൻക്രിയാസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഷുഗർ ലെവൽ. ശരീരത്തിലുള്ള ഷുഗർ ലെവൽ, ബ്ലഡിലുള്ള ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി ചെയ്യുന്ന ആളാണ് പാൻക്രിയാസ്. The pancreas secretes digestive enzymes. Digestion നടക്കുന്നതിനെ സഹായിക്കുന്ന digestive enzymes പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യാറുണ്ട്. അമിലേസ്, പ്രോട്ടിയേസ്, ലിപ്പേസ് ഇതെല്ലാം സെക്രീറ്റ് ചെയ്യുന്നത് എവിടേക്കാണ്? ഡിയോഡിനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തിലേക്കാണ്. സ്റ്റൊമക്കിൻ്റെ അവിടെ വരുന്ന ഒരു ഭാഗമാണ് ഡിയോഡിനം എന്ന് പറയുന്ന ഒരു ഭാഗം. ഈ പറയുന്ന ഇവിടെയായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ സ്റ്റൊമക്കിൻ്റെ ഈ ഭാഗമില്ലേ, നമ്മളിപ്പോൾ സ്റ്റൊമക്ക് ഇതിങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റൊമക്കിൻ്റെ ഈ ഒരു സി പോർഷൻ അല്ലേ, ഈ ഭാഗത്തു നിന്നാണ് പിന്നെ ഒരു ഇൻറ്റസ്റ്റൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ പോർഷന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡിയോഡിനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിയോഡിനത്തിലേക്ക്, കാരണം ഇവിടെയാണ് നമ്മുടെ പാൻക്രിയാസ് കിടക്കുന്നത്, അപ്പോൾ ഇവിടെ ഈ പാൻക്രിയാസിന് ഈ ഡിയോഡിനത്തിലേക്കാണ് ഈ പറയുന്ന എൻസൈമുകളൊക്കെ തന്നെ, ഡൈജസ്റ്റീവ് എൻസൈമുകളെല്ലാം തന്നെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ദീസ് എൻസൈംസ് ഹെൽപ്പ് ഇൻ ഡൈജസ്റ്റിംഗ് ഷുഗർ, പ്രോട്ടീൻസ്, ഫാറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം തന്നെ അത് എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും. ഇതിൽ ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമിലേസ്, പ്രോട്ടിയേസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പ്രോട്ടിയേസ് ആണ് പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് ലിപ്പേസ് പറയുന്ന എൻസൈമാണ്. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ആണല്ലോ, അങ്ങനെ ആലോചിക്കുക. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ആണ്, അപ്പൊ ലിപ്പേസ് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ. പ്രോട്ടിയേസ് പറയുന്നത് തന്നെ പ്രോട്ടീനോടെ കിടക്കുന്നുണ്ട്. അമിലേസ് എന്ന് പറയുമ്പോൾ ഷുഗർ. സലൈവറി അമിലേസ് കേട്ടിട്ടില്ലേ? നമ്മുടെ വായിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കുഴമ്പ് രൂപത്തിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ വായിൽ തന്നെ ഒരു എൻസൈം ഉണ്ട്, സലൈവറി അമിലേസ് എന്ന് പറഞ്ഞാൽ. അത് ഈ പറയുന്ന നമ്മൾ ചോറ് എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ആ അമിലേസ് പറയുമ്പോൾ ചോറ് കഴിക്കുന്നു. അപ്പൊ ചോറ് പറയുമ്പോൾ എന്താണ്? ചോറ് ഇത്തിരി ഷുഗർ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലെ? ചോറ് അതുകൊണ്ട് ഷുഗർ അധികം കഴിക്കാൻ പാടില്ല, കുറയ്ക്കണം എന്നൊക്കെ പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഷുഗർ, അമിലേസ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതല്ലാണ്ട് കണക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ആയാലും മതി കേട്ടോ. Islets of Langerhans are embedded in the pancreas. ഈ പറയുന്ന പാൻക്രിയാസിൽ islets of Langerhans എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതെന്ത് ചെയ്യും? ചില ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ചില ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. അത് എന്നിട്ട് ബ്ലഡിലേക്കാണ് കൊടുക്കുക. അങ്ങനെയാണ് ബ്ലഡ് ഷുഗർ ലെവൽ ഇതിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. കൂടുമ്പോൾ കുറയ്ക്കാനും കുറയ്ക്കുമ്പോൾ കൂട്ടാനൊക്കെ സഹായിക്കുന്നത് ഈ പറയുന്ന 2 ഹോർമോണുകളാണ്, ഗ്ലൂക്കഗോൺ ആൻഡ് ഇൻസുലിൻ. അടുത്ത ക്വസ്റ്റ്യൻ.
പാലിയോന്റോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ്. പാലിയോന്റോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രശാഖയാണ്? പാലിയോന്റോളജി എന്ന് പറയുമ്പോൾ ഫോസിലുകളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രശാഖയാണ്. നമ്മൾ പുരാതനമായിട്ടുള്ള കാലങ്ങളിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, അന്നത്തെ പരിസ്ഥിതി എന്താണെന്നുള്ളതും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അന്നത്തെ പ്ലാന്റ്സിന്റെയും അന്നത്തെ അനിമൽസിന്റെ ഒക്കെ ഫോസിൽസ് വെച്ചിട്ടാണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പാലിയോന്റോളജി. ഇതുപോലെ തന്നെ ബയോളജിയിൽ ഒരുപാട് ശാഖകളുണ്ട്. ഓരോ കാര്യത്തിനെ കുറിച്ച് പഠിക്കാനും ഓരോരോ ശാഖകളുണ്ട്. ഇപ്പൊ സെല്ലുകളെ കുറിച്ച് പഠിക്കാൻ നമ്മൾ സൈറ്റോളജി ഉണ്ട്. നമ്മൾ അനിമൽസിനെ കുറിച്ച് പഠിക്കുന്ന സുവോളജി, പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ബോട്ടണി, അതുപോലെ ഒരുപാട് ശാസ്ത്രശാഖകൾ ഉണ്ട്. അതിൽ കുറച്ചെണ്ണം പറയാം. അനാട്ടമി എന്ന് പറയുന്നത് ബോഡി പാർട്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് അനാട്ടമി. നമ്മൾ ഹ്യൂമൻ അനാട്ടമി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ല. അപ്പൊ ഹ്യൂമന്റെ ബോഡി പാർട്സ് ആണ് അനാട്ടമി എന്ന് പറയുന്നത്. ബോട്ടണി സുവോളജി പിന്നെ എല്ലാവർക്കും അറിയാം. ബോട്ടണി സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആണ്. ബാക്ടീരിയോളജി പേരിൽ തന്നെയുണ്ട്, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. സൈറ്റോളജി സ്റ്റഡി ഓഫ് സെൽസ് ആണ്. എക്കോളജി എന്ന് പറയുന്നത് എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. എംബ്രിയോളജി എന്ന് പറയുമ്പോൾ, എംബ്രിയോ പറയുമ്പോൾ കുഞ്ഞാണ് അല്ലെ, ആ എംബ്രിയോ എന്നാണ് ഓരോ ഇൻഡിവിജ്വൽസും ഉണ്ടാവുന്നത്. അപ്പൊ ആ പറയുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് എംബ്രിയോയിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എംബ്രിയോളജി. എൻഡമോളജി എന്ന് പറയുന്നത് ഇൻസെക്ട്, നമ്മളത് പഠിച്ചുല്ലേ. ഒരു കുട്ടി, അതിന്റെ കോഡ് എന്തായിരുന്നു? ഒരു കുട്ടി ഫ്രൂട്ട്സിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറി വരുമ്പോൾ അമ്മ പറയും, നീ ഫ്രൂട്ട്സിന്റെ മുകളിൽ കയറല്ലേ, പോമോളെ. അപ്പൊ ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? പോമോളജി എന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടീനെ പെട്ടെന്ന് ഫ്രൂട്ട്സ് അല്ലേ, അവിടെ ധാരാളം ഇൻസെക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടീനെ പിടിച്ച് ഇൻസെക്ട് കടിച്ചപ്പോ ഈ അമ്മ കടന്ന് കരഞ്ഞു, എന്റെ മോളെ പറഞ്ഞിട്ട്. അതാണ് എന്ത്? എൻഡമോളജി അല്ലെ. ഇൻസെക്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എൻഡമോളജിയും ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്താണ്? പോമോളജിയാണ്. ഹോർട്ടിക്കൾച്ചർ സ്റ്റഡി ഓഫ്. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന സമയത്ത് ഫ്ലവേഴ്സും അതിനെ കുറിച്ചൊക്കെയുള്ള പഠനമാണ് മെയിൻ ആയിട്ട് വരിക. ഫുള്ളില്ല. ഇമ്മ്യൂണോളജി എന്ന് പറയുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ബൈൽ സെക്രീറ്റഡ് ബൈ ലിവർ ഹെൽപ്സ് ഇൻ. ബൈൽ എന്ന് പറയുന്നത് ലിവറിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഈ പറയുന്ന ബൈൽ എന്തിനാണ് സഹായിക്കുക? ബൈൽ എന്ന് പറയുന്നത് ഡൈജഷന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ബൈൽ എന്ന് പറയുന്നത്. നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, കഴിച്ച് വായിലെത്തുന്ന അവിടെ മുതലാണ് നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് വയറ്റിൽ വെച്ചിട്ടല്ല നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ അവിടെ നിന്ന് പല്ല് ചവച്ചരയ്ക്കാൻ വേണം. അത് കഴിഞ്ഞ് കുറച്ച് സലൈവയൊക്കെ വന്ന് അതിനെ മിക്സ് ചെയ്തിട്ട് പിന്നെയും നമ്മളത് ചെറിയ ചെറിയ പാർട്ടാക്കി മാറ്റുന്നുണ്ട്. ഇതെന്ത് ചെയ്യും? ഈസോഫാഗസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തു കൂടെ വരും. അതെന്ന് പറയുന്നത് വെറുതെ അങ്ങനെ കഴിച്ചുടനെ വേഗം കൊണ്ട് ചാടുകയല്ല ചെയ്യണം അല്ലെ. ഇവിടെ ഒരു പെരിസ്റ്റാൾസിസ് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റ് വഴി കുറച്ചിങ്ങനെ പിടിക്കും, കുറച്ചിങ്ങനെ വിടും, കുറച്ചിങ്ങനെ പിടിക്കും, കുറച്ചിങ്ങനെ വിടും. അങ്ങനെ വിട്ട് അവസാനം എവിടെ എത്തും? സ്റ്റൊമക്കിൽ എത്തും. ഇവിടെ എത്തുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും കുറച്ച് എൻസൈമുകളൊക്കെ ചേർന്നിട്ട് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യും അല്ലെ. എന്നിട്ട് അതിന് കൂടെ തന്നെ പാങ്ക്രിയാസിന്റെ വക കുറച്ച് എൻസൈമുകളും അങ്ങനെ ചുറ്റും കുറെ എൻസൈമുകളൊക്കെ കിട്ടിയിട്ട് അവിടെ നിന്നും ഡൈജഷൻ നന്നായിട്ടാവും. അവിടെ നിന്ന് പിന്നെ ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടാണ് മാക്സിമം ഡൈജഷൻ ഒക്കെ നടക്കുക. അതിന് പരമാവധി കിട്ടുന്ന സാധനങ്ങളൊക്കെ ഊറ്റി അങ്ങ് എടുക്കും. എന്നിട്ട് വേണ്ടാത്ത സാധനങ്ങൾ എവിടേക്ക് കൊടുക്കും? ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് കൊടുക്കും. ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ നിന്ന് അവസാനം ആനസിൽ കൂടെ ബാക്കി വരുന്ന വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് വരും. ഈ പറയുന്ന ആനസിൽ കൂടെ വരുന്ന വേസ്റ്റ് പ്രൊഡക്ട്സുകളുടെ കളറ് യെല്ലോ ആണ്. അതിന് കാരണം ഈ പറയുന്ന ബൈലാണ്. ബൈലാണ് ഈ പറയുന്ന കളറിന്റെ കാരണം. ബിലിറൂബിൻ, ബിലിവേർഡിൻ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. അപ്പോൾ ബൈൽ സെക്രീറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഡൈജഷന് വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെൻഡ്രോൺ ആർ പാർട്ട് ഓഫ്. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് എന്തിന്റെ പാർട്ടാണ്? കാർട്ടിലേജിന്റെ ആണോ, ന്യൂറോണിന്റെ ആണോ, നെഫ്രോണിന്റെ ആണോ, മസിൽ സെല്ലിന്റെ ആണോ? ന്യൂറോണും നെഫ്രോണും കൺഫ്യൂഷൻ ആവരുത്. അതിപ്പോ തന്നെ നമ്മളത് മനസ്സിൽ കുറിച്ച് വെക്കണം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂറോണും നെഫ്രോണും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. നെഫ്രോൺ എന്ന് പറയുന്നത് നമ്മളുടെ കിഡ്നിയിൽ ഉള്ള അരിപ്പകളിനെ നമ്മൾ നെഫ്രോൺ എന്ന് പറയാം. അത് എക്സ്ക്രീഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. പക്ഷെ ഇത് എപ്പോഴും കൺഫ്യൂഷൻ ആവാറുണ്ട്. അത് രണ്ടും അതുകൊണ്ടാണ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നത്. വൃത്തിക്ക് പഠിക്കാത്ത ആൾക്കാർ രണ്ടും കൂടി കൺഫ്യൂഷൻ അടിച്ച് വെക്കും. അപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കണം. ന്യൂറോണിന്റെ പാർട്ടാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഇതാണ് ന്യൂറോണിന്റെ സ്ട്രക്ചർ. ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള സെല്ലാണ് അല്ലെ. ഒരു ന്യൂറോൺ സെൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു ന്യൂറോൺ സെൽ. അങ്ങനെയുള്ള ഒരുപാട് ന്യൂറോണുകൾ ചേർന്നിട്ട് നെർവുകൾ ഉണ്ടാവുന്നു അല്ലെ. അപ്പോൾ ന്യൂറോൺ സെൽ അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് പറയും. നമ്മൾ നാഡീവ്യൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് ഈ പറയുന്ന ന്യൂറോൺ എന്ന് പറയുന്നത്. ഇതിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്.
അതിനെക്കുറിച്ച് നമ്മൾ നെർവസ് സിസ്റ്റത്തിലാണ് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ന്യൂറോണിന്റെ സ്ട്രക്ചർ നമ്മളൊന്ന് നോക്കി വെക്കണം. ന്യൂറോൺ എന്ന് പറയുമ്പോൾ അനാട്ടമി പറഞ്ഞ പോലെ നമ്മൾ ബോഡി പാർട്ട് എന്ന് പറഞ്ഞല്ലോ, അതിനെ കുറിച്ചുള്ള പഠനം. അപ്പോൾ ന്യൂറോണിന്റെ ബോഡി പാർട്ടുകളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ന്യൂറോണിൽ ഇതിങ്ങനെ ഒരു സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഇതിൽ ഈ പോർഷനാണ് ശരിക്കും ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഇവിടെ കിടക്കുന്ന ഈ പോർഷനാണ് ഡെൻഡ്രോൺ. ഇത് ന്യൂക്ലിയസ് ഉണ്ടാവും. ഇതിനുള്ളിൽ സോമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഈ പറയുന്ന എന്തെങ്കിലും ഒരു ഇമ്പൾസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകുന്നത് ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയാണ്, ഷ്വാൻ സെല്ലുകളുടെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പം ഇത് കുറച്ചുകൂടി ഈ പരിപാടി കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം ഷ്വാൻ സെല്ല് കിടക്കുന്നുണ്ട്. നോഡ് ഓഫ് റൺവീർ എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ട്. ഇതിന് ഈ ഒരു ഷീറ്റ് ഒരു കവറിങ്ങിനെ പറയുന്ന പേരാണ് മൈലിൻ എന്ന് പറയുന്നത്. ഇതിന് ഇത്രയും പറയുന്ന ഈ ഭാഗമാണ് എന്ത്, ഈ കോല് പോലെ ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഈ കോല് പോലുള്ള ഭാഗത്തിന്റെ മുകളിലാണ് ഈ പറയുന്ന സെല്ലുകൾ കിടക്കുന്നത്. ഷ്വാൻ സെല്ല് മൈലിനേറ്റഡ് ആയിട്ടുള്ള ഷ്വാൻ സെല്ല് കിടക്കുന്നതിന് പുറത്താണ്. അപ്പോൾ ഈ ഒരു കോലാണ് എന്ത്, ഈ രണ്ട് ഭാഗങ്ങളിൽ കണക്ട് ചെയ്യുന്ന ഒരു കോലുണ്ട്, അതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇത് അങ്ങനെ സ്പ്രെഡായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് ആക്സോൺ ടെർമിനൽ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. എന്താണ് ന്യൂറോൺ ഉള്ളതിനെ കുറിച്ചിട്ട് അറിയാനുള്ളത്. The junction between two neurons, ഈ പറയുന്ന രണ്ട് ന്യൂറോൺസുകളുടെ ഇടയിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇതുണ്ടോ, ഇതൊരു ന്യൂറോൺ. ഈ ന്യൂറോണുകൾ ഇതിങ്ങനെ തമ്മിൽ ഇതിന്റെ വാല് കൊണ്ട് ഇതിന്റെ തലയിൽ കൊണ്ട് പിടിപ്പിക്കും. ഓക്കെ, ഇതിന്റെ വാല് കൊണ്ട് കാരണം ഇവിടെ നിന്ന് ഒരു സംഭവം പ്രേഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്നൊരു സംഭവം ഒരു ഇമ്പൾസ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്തണ്ടേ അല്ലേ, ഇവിടെ നിന്ന് ചാടി എറിയാൻ പറ്റില്ല. അപ്പൊ ഇതിൽ കൂടെ ഇങ്ങനെ പോയി ഇവിടെ നിന്ന് ഈ ഇൻഫർമേഷൻ ഇങ്ങോട്ടേക്ക് പോയി, അങ്ങനെ ഇനി അടുത്ത ന്യൂറോൺ ഉണ്ടെങ്കിൽ അതിലേക്ക് പോയി, അത് ഇവിടെയും പിന്നെ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കണക്ഷൻ വരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുക രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുക, അവിടെ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതാ ഈ ഒരു ഭാഗമാണ് നമ്മൾ കണക്ഷനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഈ സിനാപ്സിന്റെ എൻലാർജ് ചെയ്തിട്ടുള്ള പോർഷനാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, ഇത് നമ്മൾ കണക്ഷൻ ഇല്ല, പക്ഷെ ഇതാ ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ കൂടെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാര്യങ്ങളൊക്കെ മെസ്സേജസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണക്റ്റഡ് ആയിട്ടില്ല, കാണുമ്പോൾ നമുക്ക് കണക്ട് ചെയ്ത പോലെ തോന്നും, പക്ഷെ അത് കണക്റ്റഡ് ആയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ പോർഷൻ എന്താണ്, ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്, സിനാപ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഡേറ്റ് ഈസ് ഇന്റർനാഷണൽ ഡേ ഫോർ ബയോഡൈവേഴ്സിറ്റി ഒബ്സർവ്ഡ്? ബയോഡൈവേഴ്സിറ്റി ഡേ എന്ന് പറയുന്നത് ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ബയോഡൈവേഴ്സിറ്റി ഡേ എന്ന് പറയുന്നത് മെയ് 22 ഇതേ 22 ഇതിന് തൊട്ട് മുമ്പുള്ള മാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ മാർച്ച് 22 വേൾഡ് ഡേ ഫോർ വാട്ടർ. അപ്പൊ വാട്ടർ ഡേ എന്ന് പറയുന്നത് മാർച്ചിലാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്താ വരുന്നത്, എർത്ത് ഡേ. എർത്ത് ഡേ എന്ന് പറയുന്നത് അതിന് തൊട്ടടുത്ത മാസം ഏപ്രിൽ 22 അതിന്റെ തൊട്ടടുത്ത മാസം ബയോഡൈവേഴ്സിറ്റി ഡേ ആണ്. അതായത് ഈ 22 എന്ന് പറയുന്ന 3 മാസം അടുപ്പിച്ചിട്ടുള്ള 3 മാസത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മാർച്ച്, ഏപ്രിൽ, മെയ് അല്ലേ. അപ്പൊ ആദ്യം മാർച്ച് പറയുമ്പോൾ എങ്ങനെയാ, മാർച്ച് എന്ന് പറയുന്നത് മാർച്ച് മെയ് നമ്മൾ കൺഫ്യൂഷൻ ആവല്ലേ. മാർച്ച് എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള സമയമാണ്, വെള്ളം ദാഹിക്കില്ലേ ആ സമയത്തൊക്കെ നമ്മൾക്ക് അല്ലെ. എക്സാം ഒക്കെ എഴുതുമ്പോൾ വെള്ളം കുടിക്കണം. പിന്നെ അത് നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് നല്ലോണം വെള്ളം കുടിക്കണം. അപ്പൊ അവിടെ എന്ത് വരുന്നു, വാട്ടർ ഡേ എന്ന് പറയുന്നത് മാർച്ചിലാണ് വരുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ പിന്നെ ബാക്കി കൺഫ്യൂഷൻ ആവില്ല. അതിന്റെ തൊട്ടടുത്ത മാസം ഭൂമി. അപ്പൊ വാട്ടറൊക്കെ കുറഞ്ഞു വരുന്നു എന്നൊക്കെ ഭൂമി ഇങ്ങനെ ചിന്തിക്കുക, ഈശ്വര എന്റെ ഭംഗിയൊക്കെ പോയല്ലോ, ഞാനിനി എന്ത് ചെയ്യും, ഇനിയിപ്പോ ഭംഗിയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഒരു മഴക്കാലം വരണം, എന്നാൽ മാത്രമേ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാവാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എർത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ജൂണിലാണ് മഴക്കാലം വരുന്നത്, പക്ഷെ എർത്ത് ഏപ്രിലിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. ഏപ്രിൽ എർത്ത് അങ്ങനെ ഓൾമോസ്റ്റ് സെയിം സൗണ്ട് അല്ലേ, ഏപ്രിൽ എർത്ത്. പിന്നെ ബാക്കി വരുന്നത് നമുക്കറിയാം, ഇത് 3 അടുപ്പിച്ച് വരുന്നുണ്ട്. വാട്ടറും എർത്തും കിട്ടിക്കഴിഞ്ഞാൽ മെയ് എന്താണ്, ബയോഡൈവേഴ്സിറ്റിയാണ്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ മെയ് 22 അപ്പൊ ഇതൊന്ന് 3 ഡേറ്റും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇതുപോലെ വനജല കാലക്ഷേമം എന്ന് പറഞ്ഞിട്ട് വനദിനം, ജലദിനം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും വേറൊന്നും വരുന്നുണ്ട്. അത് ഇപ്പൊ പറയുന്നതിലൊക്കെ കൂടെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഇന്റർനാഷണൽ ഡേ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. മാർച്ച്, ഏപ്രിൽ, മെയ്, വാട്ടർ, എർത്ത്, ബയോഡൈവേഴ്സിറ്റി. ഇത് വേണമെങ്കിൽ വെബ് എന്ന് ആലോചിക്കാം അല്ലെ. മാർച്ച്, ഏപ്രിൽ, മെയ്, വെബ് എന്ന് പറഞ്ഞിട്ട് ഓർത്ത് വെച്ചാലും മതി. എല്ലാം 22 ഡേറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് ദ സൊല്യൂട്ട് പ്രസന്റ് ഇൻ ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ഇറ്റ്സ്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. സാച്ചുറേറ്റഡ് പറഞ്ഞാൽ അറിയാം, പിന്നെ അതിന് നമുക്ക് ഫർദർ ആയിട്ട് അതിന് പിന്നെ ഒന്നും നമുക്ക് ആഡ് ചെയ്തിട്ടൊന്നും വലിയ ഗുണമില്ല, ആഡ് ചെയ്തിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ
വളരെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ ഉണ്ടാവുന്ന സൊല്യൂട്ടിന്റെ അളവ് എത്രയാണ്, ആ ഒരു എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ പറയുന്ന പേരാണ് സോലുബിലിറ്റി. എന്താ പറയുക അതിനെ? സോലുബിലിറ്റി. വിസിബിലിറ്റി പറഞ്ഞാൽ കാഴ്ച ആയിട്ട് ബന്ധപ്പെട്ടുള്ള, സ്റ്റെബിലിറ്റി പറഞ്ഞാൽ സ്റ്റേബിൾ ആണോ എന്നുള്ളത്. വിസ്കോസിറ്റി പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഇത് വിസ്കോസിറ്റിന്റെ ആണ് കേട്ടോ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് തിക്ക്, sticky and semi fluid in consistency due to internal friction. അത് ഇന്റേണൽ ഫ്രിക്ഷൻ കാരണം അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയായിട്ട് മാറും? തിക്കായിട്ട് സ്റ്റിക്കി ആയിട്ടുള്ള സെമി സോളിഡ് ഫോം ആയിട്ട് മാറും. അല്ലെ, നമ്മൾ എണ്ണ എടുത്തു കഴിഞ്ഞാലും വെള്ളം എടുത്തു കഴിഞ്ഞാൽ എന്തിനാ? തേൻ എടുക്കുക, വെള്ളം എടുക്കുക. തേൻ പറയുമ്പോൾ കുറച്ച് കട്ടിയുണ്ട്, അതിന് വിസ്കോസിറ്റി കൂടുതലാണ്. നിലത്ത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ സ്പീഡിൽ പോവില്ല അല്ലെ. വിസ്കോസിറ്റി കുറവായിട്ടുള്ള വെള്ളം തൊടുമ്പോഴത്തേക്കാണ് ഷൂ പറഞ്ഞിട്ട് അങ്ങ് പോകും അല്ലെ. അപ്പോൾ വിസ്കോസിറ്റി ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണം പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഹണിക്ക് വിസ്കോസിറ്റി കൂടുതലാക്കി. അത് എത്രത്തോളം അങ്ങനെ സെമി സോളിഡ് ഫോം മാക്സിമം തിക്കായിട്ട് ഇരിക്കുന്നു, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നു, അതാണ് വിസ്കോസിറ്റി കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ എത്രത്തോളം വെള്ളം പോലെ ഇരിക്കുന്നു അത്രത്തോളം വിസ്കോസിറ്റി കുറയും. ഓക്കെ, അവിടെ സോലബിലിറ്റിയാണ് നമ്മുടെ ആൻസർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഉണ്ടാവുന്ന പരമാവധി സൊല്യൂട്ടുകളുടെ ആ എമൗണ്ടിനെ പറയുന്ന പേരാണ് സോലബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻസെക്ടിവോറസ് പ്ലാന്റ്? ഇൻസെക്ടിവോറസ് പ്ലാന്റ് അല്ലാത്തത് ഇതിലെ ഏതാണ്? അപ്പൊ അതിൽ ആദ്യം ഇൻസെക്ടിവോറസ് പ്ലാന്റ് എന്താണെന്ന് അറിയണം അല്ലേ. ഈ ഇൻസെക്റ്റുകളിലൊക്കെ തിന്നിട്ട് അതായത് ഇൻസെക്റ്റുകൾ വരുന്ന സമയത്ത് ഈ സംഭവം കയറി പിടിക്കും. ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് പിടിക്കല്ല, ഇതിന്റെ അടുത്തേക്ക് ഇൻസെക്ട് അട്രാക്റ്റഡ് ആയി വന്ന് അതിൽ ട്രാപ്പിൽ പെടുകയാണ്. അങ്ങനെ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ആ ഇൻസെക്റ്റിന് ഇതിൽ വരുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? അതിനെ അങ്ങ് ലയിപ്പിച്ചെടുത്ത് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഭക്ഷിച്ചിട്ടാണ് ഈ പറയുന്ന ആളുകളൊക്കെ ജീവിക്കുന്നത്. അതാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആർ എ ടൈപ്പ് ഓഫ് പ്ലാന്റ് ദാറ്റ് ഈസ് നോൺ ടു ഈറ്റ് ഇൻസെക്ട് അല്ലെ. അവർ ഇൻസെക്റ്റുകളെ ഈറ്റ് ചെയ്യുന്നു. ദർ ആർ മെനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. അത് കുറച്ചെണ്ണാണ് ഇവിടെ പറയുന്നത്. ഇതുണ്ട് പിക്ചർ പ്ലാന്റ്, സൺഡ്യൂ, ഓസ്ട്രേലിയൻ പിക്ചർ പ്ലാന്റ്, ബട്ടർവേർഡ്, വീനസ് ഫ്ലൈ ട്രാപ്പ്. അപ്പൊ ഏതൊക്കെയാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്നൊന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാത്തിനും ഫിഗർ ജസ്റ്റ് നോക്കിയിട്ടുണ്ടോ? വായ് തുറന്നങ്ങ് ഇരിക്കുക. അപ്പൊ ഇതിങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഇവിടെ വന്നിട്ട് ഒരു ഇൻസെക്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്താവും? അതങ്ങ് ട്രാപ്പിലായി പോകും. ഇവിടെ ഒന്ന് ഇൻസെക്ട് വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ ട്രാപ്പിലായി പോകും. അതുപോലെ ഈ ഭാഗത്ത് വന്നിട്ട് നമ്മുടെ ഇൻസെക്ട് വന്നിരുന്നാൽ മതി, അത് വേഗം എന്ത് ചെയ്യും? ഈ സാധനം വെച്ച് അടയ്ക്കും. പിന്നെ അതിനെവിടെയും പോകാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിൽ ഒരു പശ പോലൊരു സാധനം ഉണ്ടാകുമ്പോൾ ഈ ഇൻസെക്റ്റിന്റെ കാല് അതിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ അവിടെ നിന്ന് അതിന് പുറത്തേക്ക് വരാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് രക്ഷപ്പെടാനുള്ളൊരു സംഭവം ഉണ്ടാവില്ല. അതാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഇൻസെക്റ്റുകളെ ഈറ്റ് ചെയ്യുന്ന പ്ലാന്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ട് ഉള്ളത്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ ഇതിൽ ചില നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ചിലത് നമുക്ക് ഒരൊറ്റ തവണ ഈ വീഡിയോയിൽ കൂടെ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പതിയും. പക്ഷെ ചില സംഭവങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ പതിയില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ സയന്റിഫിക് നെയിംസ് ഫോർ ബോഡി പാർട്സ് അല്ലേ, അതൊക്കെ നമ്മൾ ഒരു 3-4 തവണ അതിനെ റിവൈസ് ചെയ്തിട്ട് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ കിട്ടുന്ന സമയം അത് അങ്ങനെയുള്ളതൊക്കെ ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് അല്ലെങ്കിൽ ബുക്കിൽ എഴുതിയെടുത്തിട്ട് നിങ്ങൾ അതൊന്ന് മാക്സിമം റിവൈസ് ചെയ്ത് പോയാൽ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. നമ്മുടെ ബയോളജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സയന്റിഫിക് നെയിമുകൾ ഉണ്ടാവും. കുറേ സയന്റിഫിക് ആയിട്ട് കുറേ ടെർമിനോളജീസ് ഒക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പാടാം. അപ്പൊ അതുകൊണ്ട് അത് മാക്സിമം റിവൈസ് ചെയ്തിട്ട് മാത്രം നമുക്കത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.